നമശിവായ. നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. ഏവർക്കും ഗീതാ ഹൃദയത്തിലേക്ക് സ്വാഗതം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ശ്ലോകം നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചത് കൗരവ മന്ത്രിയായ സഞ്ജയൻ്റെ വാക്കുകളാണ്. യുദ്ധം ചെയ്യാനാകാതെ വിഷണ്ണനായി തളർന്നിരിക്കുന്ന അർജുനനെ പറ്റി പറഞ്ഞു. അതുതന്നെയാണ് സഞ്ജയൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. തമുവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിതം വചഃ. ഹേ ധൃതരാഷ്ട്ര, രണ്ട് സൈന്യങ്ങൾക്കുമിടയിൽ ദുഃഖിതനായി ഇരിക്കുന്ന അർജുനനോട് ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്ത് ശ്രീകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഉപദേശിച്ചു. ഇതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. അതായത് കൗരവ മന്ത്രിയായ സഞ്ജയൻ്റെ കാവട്യപൂർണമായ ഉപദേശം എങ്ങനെ അവസാന നിമിഷം അർജുനനെ പിടിച്ചുലച്ചുവെന്ന് ദയാലുവായ ശ്രീകൃഷ്ണന് മനസ്സിലായി. അങ്ങനെ അർജുനൻ്റെ യഥാർത്ഥ സ്വരൂപമല്ല ഇതെന്ന് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശം ചെയ്യാൻ ആരംഭിച്ചു. ഭഗവാൻ ആദ്യമായി അർജുനനോട് പറഞ്ഞ ശ്ലോകം ഇതാണ്. അശോച്യന്നശ്വസ്തും പ്രജ്ഞാവാദാംശ ഭാഷസേ ഗതാസൂംശ്ച നാനുശോശ്ചന്തി പണ്ഡിതാഃ. അതായത് ആരെ പ്രതി ദുഃഖിക്കേണ്ടതില്ലയോ അവരെ പ്രതിയാണ് നീ ദുഃഖിക്കുന്നത്, അല്ലയോ അർജുന. എന്നിട്ട് അറിവുള്ളവരെ പോലെ വലിയ വലിയ കാര്യങ്ങൾ നീ പറയുന്നു. മുന്നും പിന്നും നോക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ സംസാരിക്കുന്നു. ജ്ഞാനികൾ മരിച്ചവരെക്കുറിച്ചും ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചും ആലോചിച്ച് ദുഃഖിക്കാറില്ല. അതായത് ഈ രണ്ടാം അധ്യായത്തിൻ്റെ പേര് സാഖ്യയോഗം എന്നാണെങ്കിലും ആദ്യത്തെ 10 ശ്ലോകങ്ങളിൽ സാഖ്യ തത്വജ്ഞാനങ്ങളൊന്നും കടന്നു വരുന്നില്ല. ശേഷം ഈ അധ്യായത്തിൻ്റെ 38-ാം ശ്ലോകം വരെയാണ് സാഖ്യ തത്വജ്ഞാനത്തിൻ്റെ ഉപദേശങ്ങൾ വരുന്നത്. തുടർന്ന് യോഗ തത്വജ്ഞാനമാണ് പറയുന്നത്. ഇവിടെ അർജുനനോട് കൃഷ്ണൻ പറയുന്നു, ആരെ കുറിച്ച് ദുഃഖിക്കേണ്ടതില്ലയോ അവരെ പ്രതിയാണ് നീ ദുഃഖിക്കുന്നത്. എന്നിട്ട് അറിവുള്ളവരെ പോലെ നീ നടിക്കുകയാണ്. നീ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നു. മുന്നും പിന്നും നോക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കൂ എന്നാണ് ആദ്യ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നത്. ഭഗവാൻ അർജുനോട് പറയുന്ന ഒരു ശ്ലോകം കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ശ്ലോകം 12. ന ത്വേവാഹം ജാതു നാസം ന ത്വം നേമേ ജനാധിപ ന ചൈവ ന ഭവിഷ്യാമ സർവേ വയമതഃ പരം. ഭഗവാൻ പറയുന്നു, ഹേ അർജുന, വില്ലാളി വീരനായ അർജുന, ഞാനോ നീയോ ഈ കാണുന്ന രാജാക്കന്മാരോ ഇല്ലാതിരുന്ന സമയം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഭാവിയിലും നമ്മളാരും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവുകയില്ല. ജീവാത്മാവ് നിത്യമാണ്. അതിന് ശരീരവുമായുള്ള ബന്ധവുമാകട്ടെ അനിത്യവും. ജീവാത്മാവിൻ്റെ കാര്യമാണ് ഭഗവാൻ പറഞ്ഞ, അർജുന, ഞാനോ നീയോ ആരും ഈ ഭൂമിയിൽ ഇല്ലാതിരുന്ന കാലം ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല എന്ന് ഭഗവാൻ പറയുന്നു. നമ്മൾ ആരും ഇല്ലാത്ത അവസ്ഥ ഒരിക്കലും ഭൂമിയിൽ ഉണ്ടാവുകയില്ല. ജീവാത്മാവ്, നമ്മുടെയൊക്കെ ആത്മാവ് നിത്യമാണ്. അതിന് ശരീരവുമായുള്ള ബന്ധമാകട്ടെ അനിത്യവുമാണ്. ഒരിക്കലും ഒരു ദേഹം വിട്ട് ദേഹി ആത്മാവ് പോയി കഴിഞ്ഞാൽ മറ്റൊരു ദേഹത്തിൽ അത് വന്നിരിക്കും. അതാണ് അനിത്യമാണ് എന്ന് പറഞ്ഞത്. ശരീരവുമായുള്ള ബന്ധം, ആത്മാവിന് ശരീരവുമായുള്ള ബന്ധം
അനിത്യവുമാണ്, ജീവാത്മാവ് നിത്യവുമാണ്. മനസ്സിലേക്ക് കാണുമെന്ന് കരുതുന്നു. ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ അർജുനോട് എന്ത് പറയുന്നു നമുക്ക് അടുത്ത ദിവസം ശ്രദ്ധിക്കാം. ഗുരുപാദാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. ഇവർക്കും നല്ലൊരു ദിവസം ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. ശുഭസുദിനം.